നമുക്കിന്നൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിത് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതല്ല, വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ പാളിപ്പോയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് എനിക്കിതൊരു ചോക്ലേറ്റ് കേക്കായിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബാർ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമിൻ്റെ ചോക്ലേറ്റാണ്. അതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുക. അതിനകത്തേക്കൊരു ബട്ടറിൻ്റെ ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ബട്ടർ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പാത്രത്തിൽ നമ്മുടെ ഈ മുകളിൽ വെക്കുന്ന പാത്രം ആ വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം അതിനകത്ത് തിളപ്പിക്കാൻ വെക്കാനായിട്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മളിത് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ മെൽറ്റായി കിട്ടുമ്പോഴത്തേക്കും നമുക്കിനി അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് മാറ്റി അവിടെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ ആദ്യം ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ച് നമ്മൾ എടുക്കണം. ഇതൊരിക്കലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ പോയി, അത് പാളിപ്പോയി. എനിക്കൊരു ചോക്ലേറ്റ് കേക്കാണ് കിട്ടിയത്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചെമ്പൊന്ന് അതായത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ ഒരു അടി കെട്ടിയായിട്ടുള്ളൊരു ചെമ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്തേക്കൊരു നമ്മുടെ തിരികെയില്ലേ, ആ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഒരു മിക്സൊക്കെ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. എൻ്റെ കയ്യിൽ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോമിലായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ചോക്ലേറ്റിൻ്റെ ആ മിക്സിലേക്ക് നമ്മളിപ്പോൾ അടിച്ച് വെച്ച മുട്ടയുടെ മിക്സും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആ മിക്സ് നന്നായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മിക്സിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ട കെട്ടാൻ പാടില്ല, പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ ഞാനൊരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഉണ്ടാക്കി വന്നപ്പോൾ സ്റ്റെപ്പുകളെല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് ചോക്ലേറ്റ് കേക്കാണ് കിട്ടിയത്. ബ്രൗണിയുടെ ഒന്നും യാതൊരു ടെക്സ്ചറും എൻ്റെ കേക്കിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീഡിയോ എടുത്തതല്ലേ, ഷൂട്ട് ചെയ്തതല്ലേ, അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ബ്രൗണിക്കുള്ള ബാറ്ററാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ടൊരു ബാറ്ററായിട്ടാണ് ഞാൻ എടുത്തത്. ഇതിന് മുന്നേ കേക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുമായിരുന്നു. എങ്കിലും എനിക്ക് അതിൻ്റെ ABCD അറിയാത്തത് കൊണ്ട് ഞാൻ കുറേ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോയത്. പിന്നെ നമ്മുടെ കേക്ക് ടിന്നൊക്കെ ഇവിടെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് ഞാൻ ഒന്ന് ടാബ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്തായാലും അത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ബ്രൗണിയുടെ ബാറ്ററൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ബേക്ക് ചെയ്യാൻ വെക്കുന്നിടം വരെ എനിക്ക് എന്തോരം പ്രതീക്ഷയായിരുന്നു അറിയോ. ഇത്രയും സ്റ്റെപ്പുകളും ഞാൻ നല്ല അടിപൊളിയായിട്ടാണല്ലോ ചെയ്തത്, ഇനി എനിക്ക് അടിപൊളിയായിട്ടുള്ള കേക്കൊക്കെ ബ്രൗണിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ഇതുപോലെ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് പൊന്തി വരുന്നല്ലോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ബ്രൗണി സെറ്റായിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അന്നേരം തന്നെ ഞാനത് ആ ചെമ്പിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. കയറ്റിയിട്ട് പിന്നെ അതൊന്ന് തണുത്തപ്പോഴത്തേക്കും ഞാനത് നന്നായിട്ട് അതിൻ്റെ ആ ബട്ടർ പേപ്പറൊക്കെ ഇളക്കിയിട്ട് അത് കട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ കിളി പോയത്. ബ്രൗണി അല്ല എനിക്ക് കിട്ടിയത്, കേക്കാണെന്ന് മനസ്സിലായത് കേട്ടോ. ബ്രൗണിയുടെ അകം ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ടിരിക്കില്ലേ, എൻ്റെത് സാധാ കേക്ക് പോലെ തന്നെ ഇരുന്നേ. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഇങ്ങനെ ഒഴിച്ചു. എന്തായാലും ബ്രൗണി ആയില്ല. അപ്പോൾ പിന്നെ ബ്രൗണിയുടെ കൂട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്ത്. പിന്നെ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്കായിട്ടെങ്കിലും കിട്ടിയല്ലോ, പാളിപ്പോയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സമാധാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.